മലപ്പുറം കുറ്റിപ്പുറത്ത് അസം സ്വദേശിയായ യുവാവ് പൂച്ചയെ പച്ചയ്ക്ക് ഭക്ഷിച്ചു. കുറ്റിപ്പുറം ബസ് സ്റ്റാൻഡിൽ കഴിഞ്ഞ ദിവസം വൈകുന്നേരത്തോടെയാണ് സംഭവം. 4 ദിവസമായി താൻ പട്ടിണിയാണെന്നാണ് യുവാവ് നാട്ടുകാരോട് പറഞ്ഞത്. ജംഷീർ കൊടിഞ്ഞി വിവരങ്ങൾ നൽകും. ജംഷീർ, വിശപ്പ് സഹിക്കാതെ ചെയ്തതാണെന്നാണോ ഇയാൾ നാട്ടുകാരോട് പറഞ്ഞത്? ഇന്നലെ വൈകുന്നേരം ഏതാണ്ട് 5 മണിയോട് കൂടിയാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. ഏതാണ്ട് 5 മണിയോട് കൂടിയാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. കുറ്റിപ്പുറം ബസ് സ്റ്റാൻഡിൽ തിരക്കേറിയ ഒരു സ്ഥലത്ത് ഒരു യുവാവ് വരികയും, അതായത് വളരെ മാന്യമായി നല്ല രീതിയിൽ വസ്ത്രം ധരിച്ച ഒരു യുവാവ് വരികയും അവിടെ റോഡ് സൈഡിൽ ഇരുന്നു കൊണ്ട് ഒരു പൊതിയിൽ നിന്ന് എന്തോ സാധനം എടുത്ത് കഴിക്കാൻ തുടങ്ങുകയും ചെയ്യുകയായിരുന്നു. ഈ സമയത്ത് വലിയ തരത്തിലുള്ള ദുർഗന്ധം വമിച്ചതോടെയാണ് പ്രദേശത്തെ വ്യാപാരികളും നാട്ടുകാരും ഒക്കെ ഇത് ശ്രദ്ധിക്കാൻ തുടങ്ങിയത്. ഇതോടെ ആളുകൾ കൂടുകയായിരുന്നു. ഈ സമയത്താണ് ഇത് കഴിക്കുന്നത് പൂച്ചയുടെ അവശിഷ്ടങ്ങളാണ് എന്ന് മനസ്സിലായത്. ഈ സമയം പ്രദേശത്തെത്തിയ അവിടുത്തെ കുറ്റിപ്പുറത്തെ പ്രാദേശിക മാധ്യമപ്രവർത്തകനായ റഫീഖ് ഈ വിഷയത്തിൽ ഇടപെടുകയായിരുന്നു. അദ്ദേഹം ഈ അടുത്തെത്തിയപ്പോൾ ഇത് കുറച്ച് പഴക്കമുള്ള പൂച്ചയുടെ, അതായത് ദുർഗന്ധം വമിക്കുന്ന ഒരു പൂച്ചയുടെ അവശിഷ്ടങ്ങളാണെന്ന് മനസ്സിലാക്കി ഇത് അദ്ദേഹത്തോട് കളയാൻ പറയുകയും തുടർന്ന് തന്നെ പോലീസിനെ വിവരം അറിയിക്കുകയായിരുന്നു. തുടർന്ന് ഈ എന്തുകൊണ്ടാണ് താൻ ഇത്തരത്തിൽ ഒരു ഇത് കഴിക്കുന്നത് എന്ന് അയാൾ ചോദിച്ചപ്പോൾ അയാൾ വയറിൽ വയറ്റത്ത് കൈവച്ചുകൊണ്ട് വിശക്കുന്നു എന്ന തരത്തിലുള്ള ഒരു ആംഗ്യം കാണിച്ചതോടെ എത്തിയ പോലീസും നാട്ടുകാരും ചേർന്ന് അയാൾക്ക് ഭക്ഷണം വാങ്ങി നൽകുകയായിരുന്നു. ഇത് ആർത്തിയോടെ കഴിച്ചു എന്നാണ് പറയുന്നത്. പോലീസുമായി നമ്മൾ ബന്ധപ്പെട്ടപ്പോൾ 5 പഴവും ഷവർമയോ അടക്കം അയാൾ ആർത്തിയോടെ കഴിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി എന്നാണ് പറയുന്നത്. തുടർന്ന് ഈ ആൾക്കൂട്ടത്തിൽ നിന്ന് അപ്രത്യക്ഷമാകുകയുമായിരുന്നു. ഏതായാലും ഇയാളെക്കുറിച്ച് ഒരു വ്യക്തത ഇല്ല എന്നുള്ളതാണ്. അതായത് എവിടെ നിന്നാണ് ഇയാൾ വന്നത് എന്നത് സംബന്ധിച്ച് ഒരു വ്യക്തതയില്ല, എങ്ങോട്ടാണ് പോയത് എന്നത് സംബന്ധിച്ചും ഒരു വ്യക്തതയില്ല. കുറ്റിപ്പുറത്ത് ഇയാളെ നേരത്തെ കണ്ടിട്ടില്ല എന്നാണ് നാട്ടുകാർ പറയുന്നത്. അതേസമയം ഇയാൾ അസം സ്വദേശിയാണ് എന്നൊരു സൂചന, അതായത് സംസാരിച്ചപ്പോൾ പല ആംഗ്യഭാഷകളിലുമൊക്കെ ആയിരുന്നു സംസാരിച്ചിരുന്നത്. നാട് എവിടെയാണെന്ന് ചോദിച്ചപ്പോൾ ഒന്നും പറഞ്ഞിരുന്നില്ല. പല സ്ഥലങ്ങളും പറഞ്ഞപ്പോൾ അസം എന്ന സ്ഥലം പറഞ്ഞപ്പോൾ അതിനോട് അയാൾ പ്രതികരിച്ചു എന്നുള്ളതായിരുന്നു. അതുകൊണ്ട് തന്നെ അസം സ്വദേശിയാകാം എന്നുള്ള ഒരു നിഗമനത്തിലാണ് ഇയാൾ ഉള്ളത് എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ ഒരു പക്ഷേ ഇയാൾ മാനസിക അസ്വസ്ഥമുള്ള ആളാകാം എന്നുള്ളൊരു നിഗമനത്തിലാണ് പോലീസ് ഉള്ളത്. കാരണം ഇത്തരത്തിൽ വിശപ്പാണെങ്കിൽ പോലും ഇത്തരത്തിൽ ദുർഗന്ധം വമിക്കുന്ന ഒരു ഭക്ഷണം അല്ലെങ്കിൽ പൂച്ചയെ ഭക്ഷിക്കാൻ ഒരു സാധാരണഗതിയിൽ ഒരാൾക്ക് കഴിയണമെന്നില്ലല്ലോ. അതുകൊണ്ട് തന്നെ ഇയാൾ ഒരു മാനസിക അസ്വസ്ഥമുള്ള ആളാകാം എന്നുള്ള ഒരു നിഗമനത്തിലാണ് ഇപ്പോൾ കുറ്റിപ്പുറം പോലീസ് ഉള്ളത്. ഏതായാലും ഇയാൾ അപ്രത്യക്ഷമായെങ്കിലും ഇയാളെക്കുറിച്ചുള്ള കൂടുതൽ അന്വേഷണം, ഇയാളെ തിരയാനുള്ള ഒരു തയ്യാറെടുപ്പിലാണ് പോലീസ്. ഇന്ന് അല്പസമയത്തിനകം തന്നെ പോലീസും നാട്ടുകാരും ചേർന്ന് ഈ പരിസരത്ത് തന്നെ ഇയാൾ ഉണ്ടാകുമെന്നുള്ള ഒരു പ്രതീക്ഷയിൽ അവിടെ തിരയാനുള്ള ഒരു ഒരുക്കത്തിലാണ് പോലീസ്. കുറ്റിപ്പുറം ബസ് സ്റ്റാൻഡിലാണ് സംഭവം. വിശപ്പ് സഹിക്കാതെ അസം സ്വദേശി എന്ന് കരുതുന്ന യുവാവ് ദുർഗന്ധം വമിക്കുന്ന പൂച്ചയുടെ മാംസം ഭക്ഷിച്ചു എന്നാണ് പറയുന്നത്. ഇയാൾക്കായി ഇപ്പോൾ തെരച്ചിലിനൊരുങ്ങുകയാണ് പോലീസ്. ജംഷീർ കൊടിഞ്ഞിയാണ് വിവരങ്ങൾ നൽകിയത്.